നമ്മളുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളുടെ വൈബൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ സമയം ഏകദേശം 5-5:30 ആയിട്ടുണ്ട് പുലർച്ചെ. അപ്പോൾ ഇന്ന് നേരെ ഗ്രൗണ്ടിലേക്കാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലായല്ലോ. സാധാരണ ഞാൻ ഈ സമയമൊക്കെ കണ്ടിരിക്കുന്നത് പണ്ട് എക്സാമിൻ്റെ ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാത്രമാണേ. പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഏട്ടൻ ഓടാൻ പോകുന്ന സമയത്ത് ഞാൻ മൂടി പുതച്ച് ഉറക്കുവാണേ പതിവ്. ആ സമയത്ത് ഒരു പ്രത്യേക സുഖം ഉറങ്ങാൻ, അത് തണുപ്പും കൂടി ആയ പിന്നെ പറയണ്ടല്ലോ. ആരെയും ഫോഴ്സ് ചെയ്യാതെ അവനവന് തോന്നിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏട്ടൻ്റെ പോളിസി. പിന്നെ ഞാനും മാറി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ, ആ കൂടെ നിൽക്കുന്ന ആളുടെ ഒരു പവറേ. നല്ലതും ചീത്തയാണേലും നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ നമ്മുടെ ക്യാരക്ടറിനെ കുറേയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രൗണ്ടിലൂടെ ഞാനൊരു 10 റൗണ്ട് നടന്നു, ഏട്ടനൊരു 10 റൗണ്ട് ഓടി. അല്ലാതെയും കുറേ എക്സസൈസ് ഒക്കെ ചെയ്തു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിച്ച് പിന്നെ നേരെ നടന്നേനി വീട്ടിലേക്ക്. രാവിലെ തന്നെ ഒരുപാട് പേര് ക്രിക്കറ്റ് കളിക്കാനും അല്ലാതെ ഓടാനും അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നന്നായി വേർതിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്കൂട്ടിയിലോ ബൈക്കിലൊക്കെ കയറി എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടോ? അടിപൊളി ഫീലാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് മടി തോന്നിയാലും രാവിലെ നേരത്തെ എഴുന്നേറ്റൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു വൈബ് തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീട്ടിലെത്തി ഒരു ഇഞ്ചി ചായയൊക്കെ കുടിച്ചു. അപ്പം സെറ്റ്.